ഇതിലെ എങ്ങോട്ടാ പോണത്? ആശുപത്രിയിലേക്ക്. ആ 5 രൂപ കൂടുതൽ കിട്ടാനായിട്ടേ ഈ വളഞ്ഞ വഴിയെ പോണോ? ഇതിലെ പോയാ മതി. ഈ കുണ്ടുകുഴിയുടെ വഴിയോ? അത് ഞങ്ങൾ സഹിച്ചോളാം. താ പോടോ. എന്താ അതിനല്ലേ നമ്മൾ ആശുപത്രിയിൽ പോകുന്നത്? വണ്ടി നിർത്തണോ? ഒരു രോഗി വണ്ടിയിൽ നിന്ന് കരയുമ്പോഴാണോ വണ്ടി നിർത്തുന്നത്? വേഗം ആശുപത്രിക്ക് വണ്ടി വിടോ. ഇപ്പൊ എന്നെ ശരിയാക്കി മോള് കരയിലേക്ക്. നല്ല വേദനയുണ്ടോ? സാരമില്ല മോളെ, നമ്മളിപ്പോ ആശുപത്രിയിൽ എത്തൂലേ. ഒന്ന് വേഗം വാ. എന്താ എന്തു പറ്റി? എന്റെ പൊന്ന് സാറേ, ഈ പെങ്കൊച്ചിനെ കേട്ടിട്ട് ആ തള്ള എന്നെ കൊണ്ട് കുണ്ടുകുഴിയുള്ള വഴി കൂടെ വണ്ടി ഓടിപ്പിച്ചു. അലസിന്നാ തോന്നുന്നത്. അത് നിനക്കെങ്ങനെ അറിയാം? രക്തം പോയത് കണ്ടില്ലേ? പെണ്ണുങ്ങൾക്ക് രക്തം പോണെന്ന് അന്വേഷിച്ച് നടക്കാതെ വണ്ടി എടുത്തിട്ട് പോടോ. അതിന് എന്നോട് ചൂടാവുന്ന എന്തിനാ? ആഹാ. ഡോക്ടർ, ഞാൻ ആ കുട്ടിയുടെ റിലേറ്റീവ് ആണ്. എന്ത് പറ്റി? ഇറ്റ്സ് എ ഹാബിച്വൽ അബോർഷൻ. ദേഹം അനങ്ങാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ. ഓട്ടോയിൽ കയറ്റി കൊണ്ടുവന്നുകൊണ്ടാണോ? ടാക്സി പിടിച്ച് വന്നാൽ മതി, ഞാൻ പ്രത്യേകം പറഞ്ഞതാ. എന്തിനാ ഇത്രയും ക്രൂരത? നിങ്ങൾ ഒരു അമ്മയല്ലേ? താൻ എന്തോന്നായി പറഞ്ഞത്? ഞാൻ മനസ്സാവാച കർമ്മണ. അല്ലെങ്കിൽ തന്നെ തനിക്കെന്ന് എത്രയ്ക്ക് തണ്ണം? ഞാനും കൂടെ മുൻകൈ എടുത്ത ഈ കല്യാണം നടത്തിയത്. തനിക്ക് നേട്ടമുണ്ടായി കാണും. വൃത്തിയോട് പറഞ്ഞാലുണ്ടല്ലോ. എന്ത് തെറ്റാ പെണ്ണ് നിങ്ങളോട് ചെയ്തത്? പറ. നിങ്ങൾ ചോദിച്ച പണം ഞാൻ തന്നില്ലേ? ആര് തന്നു? എപ്പോ തന്നു? പ്രഭേ, ഞാൻ നിന്നെ ഏൽപ്പിച്ച കാശ് നീ ഇവർക്ക് കൊടുത്തില്ലേ? പതുക്കെ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? കൊടുത്തോ ഇല്ലയോ പറയടി. ഇല്ല, ചോദിക്കുമ്പോ കാശ് കൊടുക്കാൻ മായ നിങ്ങളുടെ ആരാ? എന്റെ അനിയത്തിയല്ലേ. അവളുടെ കാര്യം നോക്കാൻ അവളുടെ കെട്ടിയാൻ അറിയാം. പ്രഭേ, നീ എന്തൊക്കെയായി പറയുന്നത്? ഇത്രയും പബ്ലിക്കായിട്ട് ഒച്ചയെടുത്ത നാട്ടുകാർ വിചാരിക്കും നിങ്ങളുടെ കൊച്ചു അലസിപ്പോയെന്ന്. നിന്റെ കരണം പൊട്ടിച്ചൊന്ന് തരാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പരസ്യമായി ഭാര്യയെ തല്ലുന്ന ഒരു ചെറ്റ ഭർത്താവല്ലാതായി പോയി ഞാൻ.